മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന ഒരു സ്വലാത്തുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് അതിന്റെ പേര്. ഇത് വിജയത്തിന്റെ സ്വലാത്താണ്. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട സ്വലാത്താണ് യഥാർത്ഥത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് ധാരാളമായിട്ട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സ്വലാത്താണെന്ന് പറഞ്ഞ് പ്രത്യേകം പരിചയപ്പെടുത്തിയ സ്വലാത്താണ്. 6 ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറ്റുക. മഹാന്മാരുടെയും ഔലിയാഇന്റെയൊക്കെ അടുക്കൽ ചെല്ലുമ്പോൾ അവരവരുടെ മുരീദുമാർക്കും ശിഷ്യന്മാർക്കൊക്കെ പ്രത്യേകം നിർദ്ദേശിച്ചു കൊടുക്കാറുള്ള സ്വലാത്തുമാണ് സ്വലാത്തുൽ ഫാത്തിഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിൽ അള്ളാഹുവും മലായിക്കത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവിൻ എന്ന് പ്രത്യേകമായിട്ട് അള്ളാഹുവും അവന്റെ മലക്കും ചെയ്യുന്ന ഒരു കർമ്മവും കൂടെയാണ് സ്വലാത്ത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയാ വ ഹമ്മൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. മാറാത്ത രോഗങ്ങളുണ്ടോ, തീരാത്ത കടങ്ങളുണ്ടോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അതിന് മതിയാകുന്നതാണ്. എത്രയോ മാറാത്ത രോഗങ്ങള് സ്വലാത്ത് കൊണ്ട് മാറിയ അനുഭവമുണ്ട്, പ്രതിസന്ധികൾ തീർന്ന അനുഭവമുണ്ട്. സ്വലാത്ത് അതിന് പരിഹാരവുമാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ചുരുങ്ങിയത് 300 തവണയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ സ്വലാത്തെങ്കിലും ഡെയിലി പതിവാക്കുമ്പോഴാണ് എല്ലാ ദിവസവും സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ളതിന്റെ പരിധിയിൽ പെടുക എന്ന് ഇമ്മത്ത്